തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് കോടികൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാസി വ്യവസായിയെയും ഇത് സംബന്ധിച്ച കേസിൽ സാക്ഷിയായ മാനേജരെയും അപായപ്പെടുത്താൻ വിദേശത്ത് വീണ്ടും ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് 4 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന കാസർഗോഡ് ചിറ്റാരിക്കൽ ഷമീർ എന്ന ആട് ഷമീർ, മലപ്പുറം എടവണ്ണയിലെ നിസാം എന്നിവർക്കെതിരെയും വിദേശത്ത് കഴിയുന്ന 2 പേർക്കെതിരെയുമാണ് കേസ്. വിദേശത്ത് കഴിയുന്ന 2 പേരാണ് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെയും ഗൂഢാലോചനക്കാർ. ഈ കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുന്നതിന്റെ വിരോധം തീർക്കാനാണ് പ്രവാസി വ്യവസായി മലപ്പുറം വണ്ടൂർ പൂങ്ങോട് പീഡിയേക്കൽ VP മുഹമ്മദ് അലിയെ വീണ്ടും തട്ടിക്കൊണ്ടുപോകാനും അപായപ്പെടുത്താനും നീക്കമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ പ്രധാന സാക്ഷി എന്ന നിലയിലാണ് മാനേജർ ഷിബിലിനെതിരായ ഗൂഢാലോചന. ഇരുവരെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ വരെ നീക്കം നടക്കുന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റിലായ ഷമീറിന്റെയും നിസാമിന്റെയും ഫോണുകളിൽ മുഹമ്മദ് അലിയുടെയും ഷിബിലിന്റെയും ഫോട്ടോകളും അടിസ്ഥാന രേഖകളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഗൂഢാലോചന സംബന്ധിച്ച മറ്റു ചില വിവരങ്ങളും ഫോണുകളിൽ നിന്ന് ലഭിച്ചതിനു പിന്നാലെയാണ് മറ്റൊരു കേസ് ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഷമീറും നിസാമും ഉൾപ്പെടെ 22 പേരാണ് ഇതുവരെ ആദ്യ കേസിൽ പിടിയിലായത്. കഴിഞ്ഞ മാസം കോഴിക്കോട് മാവൂരിലെ ഫ്ളാറ്റിൽ നിന്ന് ഏറ്റുമുട്ടലിലൂടെ സാഹസികമായാണ് ഷമീറിനെ പിടികൂടിയിരുന്നത്. ഷമീർ സ്ഫോടക വസ്തു എറിയുകയും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ തോക്കു ചൂണ്ടുകയും ചെയ്തെങ്കിലും ഇവിടെ നിന്ന് 4 പേരെ പോലീസ് സംഘം കീഴടക്കി. 2025 ഡിസംബർ 6-നാണ് VP മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം പട്ടാമ്പി തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ കാർ തടഞ്ഞ ആക്രമിച്ച സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഒറ്റപ്പാലം കോതകുറിശി പത്തംകുളത്തെ പൂട്ടിയിട്ട വീട്ടിൽ എത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കയച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കേസ്. രാത്രി കാവലിരുന്ന സംഘം മദ്യപിച്ച് ഉറങ്ങിയതിനു പിന്നാലെ പുലർച്ചെ 4:30-ഓടെ മുഹമ്മദ് അലി പരിക്കുകളോടെ രക്ഷപ്പെട്ട് റോഡിലെത്തുകയായിരുന്നു. ഈ ഓണം കളറോണം. ഓണാഘോഷങ്ങൾക്കൊരുങ്ങി കനിഹ വെഡിംഗ് സെന്റർ. ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ കനിഹയിലേക്ക് ഏവർക്കും സ്വാഗതം. കനിഹ വെഡിംഗ് സെന്റർ, ഒറ്റപ്പാലം.